ഒടുവിലിതാ മോദി സർക്കാർ കീഴടങ്ങിയിരിക്കുന്നു. ഈ രാജ്യത്തെ യുവത്വം ചരിത്രത്തിലെ ഏറ്റവും മൂർച്ചയേറിയ രാഷ്ട്രീയ വിജയം കുറിച്ചിരിക്കുന്നു. ഒരിക്കൽ പാറ്റകൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും പുച്ഛിച്ച് തള്ളുകയും ചെയ്ത അതേ ചെറുപ്പക്കാർക്ക് മുന്നിൽ ഒടുവിൽ നരേന്ദ്രമോദിയും കൂട്ടരും അടിയറവ് പറഞ്ഞിരിക്കുകയാണിപ്പോൾ. ചോദ്യങ്ങളെ ഭയന്ന് ഗുണ്ടകളെയും പോലീസിനെയും ഇറക്കി വിരട്ടാൻ നോക്കിയ ഭരണകൂടത്തിന് ആ ചെറുപ്പക്കാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ഒടുവിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിരിക്കുന്നു. ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ, അടിച്ചമർത്തലുകൾ ഫലിക്കാതെ ഒടുവിൽ സമരക്കാരുടെ ഓരോ ആവശ്യവും ഒന്നൊന്നായി അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്ന നിമിഷമാണിത്. ഭിന്നിപ്പിന്റെയും ഭയത്തിന്റെയും രാഷ്ട്രീയം പറഞ്ഞ് ഭരിച്ചവർക്ക് മുന്നിൽ ഐക്യത്തിന്റെ തീപ്പന്തമേന്തി നിവർന്നു നിന്ന ഈ ചെറുപ്പക്കാരാണ് യഥാർത്ഥ ഇന്ത്യ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അധികാരത്തിന്റെ അഹങ്കാരത്തെ മുട്ടുകുത്തിച്ചുകൊണ്ട് മോദിയും കൂട്ടരും തോറ്റോടിയ ഈ നിമിഷം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ തിരുത്താനാകാത്ത വീരഗാഥയായി തന്നെ രേഖപ്പെടുത്തപ്പെടും. ഈ നിമിഷം ചരിത്രത്തിന്റെ താളുകൾ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ട ദിനം തന്നെയാണ്. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിനും അടിച്ചമർത്തലുകൾക്കും മേലെ ജനകീയ പോരാട്ടത്തിന്റെ തീപ്പന്തങ്ങൾ ജ്വലിച്ചുയർന്ന നിമിഷം. വഴിമാറില്ല എന്ന് അഹങ്കരിച്ച ഭരണകൂടത്തെ മുട്ടുകുത്തിച്ചുകൊണ്ട് ഇന്ത്യയിലെ യുവത്വം പുതിയൊരു രാഷ്ട്രീയ ചരിത്രം കുറിച്ചിരിക്കുന്നു. പ്രതിസന്ധികളിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കാൻ, തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ തെരുവിലിറങ്ങിയ ചെറുപ്പക്കാരുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ഒടുവിൽ കേന്ദ്ര ഭരണകൂടത്തിന് തലകുനിക്കേണ്ടി വന്നിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ജനാധിപത്യം. ഇതാണ് ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഈ രാജ്യത്തെ നട്ടെല്ലുള്ള യുവാക്കളുടെ യഥാർത്ഥ ശക്തി. ഒരിക്കലും അടിച്ചമർത്താൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അധികാര കേന്ദ്രങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ആ യുവാക്കൾ നടത്തിയ സമാനതകളില്ലാത്ത പ്രക്ഷോഭമാണ് ഇന്ന് ഈ മഹത്തായ വിജയത്തിൽ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം കണ്ടത് വെറും ഒരു സമരം മാത്രമായിരുന്നില്ല. അവകാശങ്ങൾക്ക് മേൽ കൈവച്ച ഭരണാധികാരികൾക്കെതിരെയുള്ള യുവജനതയുടെ പ്രക്ഷോഭമായിരുന്നു അത്. CJPയുടെയും പ്രതിപക്ഷ സംഘടനകളുടെയും നേതൃത്വത്തിൽ അണപൊട്ടി ഒഴുകിയ പ്രക്ഷോഭത്തെ ആവുന്നത്ര ലഘൂകരിച്ച് കാണാനാണ് തുടക്കത്തിൽ കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്നും എത്ര സമരം ചെയ്താലും സർക്കാർ താഴില്ല എന്നുമുള്ള കടും പിടുത്തത്തിലായിരുന്നു അധികാരികൾ. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ച ചെറുപ്പക്കാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ആ അഹങ്കാരമെല്ലാം തകർന്നു വീഴുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. നാളെ വൈകിട്ട് 6 മണിക്ക് രാജ്യവ്യാപകമായി മെഴുകുതിരി കത്തിച്ച് മാർച്ച് സംഘടിപ്പിക്കുമെന്നും 24 മണിക്കൂറിനുള്ളിൽ പാർലമെന്റ് മാർച്ച് പുനരാരംഭിക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകിയതോടെ ദില്ലിയുടെ തെരുവുകൾ വീണ്ടും വിറച്ചു കഴിഞ്ഞിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ഡൽഹിയെ സമരക്കാരെ കൊണ്ട് നിറയ്ക്കുമെന്ന ആഹ്വാനം കേവലം ഒരു ഭീഷണിയല്ല എന്ന് തിരിച്ചറിയാൻ കേന്ദ്ര സർക്കാരിന് അധിക സമയം വേണ്ടി വന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജിവെപ്പിക്കുന്നത് കൂടുതൽ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെക്കുമെന്ന് സർക്കാരിന്റെ വിലയിരുത്തലുകൾ ഒടുവിൽ രാജി വാങ്ങാതെ വഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വഴിമാറി. കഴിഞ്ഞ ദിവസം വരെ രാജി നിഷേധിച്ചവർക്ക് ഒടുവിൽ രാജിക്കത്ത് പ്രധാനമന്ത്രിക്ക് കൈമാറേണ്ടതായി വന്നു. ഇത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയാണ്. ജനാധിപത്യത്തിൽ അത്യധികമായ അധികാരം ജനങ്ങൾക്കാണെന്നും ഭരണാധികാരികൾ ജനങ്ങളുടെ സേവകർ മാത്രമാണെന്നും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു വിജയം. ഭരണകൂടത്തിന്റെ വിരട്ടലുകൾക്കും അടിച്ചമർത്തലുകൾക്കും മുന്നിൽ പതറാതെ തങ്ങളുടെ നാളെയെ കുറിച്ചുള്ള വലിയ ബോധ്യത്തോടെ പോരാടിയ ആ ചെറുപ്പക്കാരാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ അവകാശികൾ. തണുപ്പും വെയിലും ലാത്തി ചാർജും അവഗണിച്ച് ദില്ലിയുടെയും രാജ്യത്തിന്റെ വിവിധ കോണുകളുടെയും തെരുവുകളിൽ ഉറങ്ങാതെ കാവലിരുന്ന ആ ചെറുപ്പക്കാരെ രാജ്യം ഇന്ന് ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇരുന്ന് തങ്ങൾ തന്നിഷ്ടം പോലെ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാമെന്നും ചോദിക്കാനും പറയാനും ആരുമില്ലെന്നും കരുതിയ ഭരണാധികാരികൾക്കുള്ള കൃത്യമായ താക്കീതാണിത്. വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കാനും വിദ്യാർത്ഥികളുടെ ഭാവി ഇരുളടയ്ക്കാനും തുനിഞ്ഞിറങ്ങിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രാജ്യത്തുടനീളം ഉയർന്നു വന്ന ആക്രോശം ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. ഭരണകൂടം വഴങ്ങിയത് സമരക്കാരുടെ ഒറ്റക്കെട്ടായ നിലപാടിന് മുന്നിൽ തന്നെയാണ്. ഞങ്ങൾ തോൽക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ദില്ലി ലക്ഷ്യമാക്കി ഒഴുകിയെത്തിയ യുവജന പ്രവാഹം ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒന്ന് തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഈ സമരം പഠിക്കപ്പെടും. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം അപകടത്തിലാകുമ്പോഴൊക്കെയും രക്ഷകരായി അവതരിക്കുന്നത് ഈ രാജ്യത്തെ യുവത്വമാണെന്ന സത്യം ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ സമരം കേവലം ഒരു മന്ത്രിയുടെ രാജിയോടെ അവസാനിക്കുന്ന ഒന്നല്ല എന്ന് എടുത്തു പറയട്ടെ. മറിച്ച് തങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ശക്തിക്കെതിരെയും സധൈര്യം പോരാടാനുള്ള ഊർജമാണ്
രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ചെറുപ്പക്കാർക്ക് ഈ സമരം നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷവും പ്രക്ഷോഭകരും കൈകോർത്തപ്പോൾ സമരത്തിന് ലഭിച്ച ജനകീയ പിന്തുണ അതിരുകളില്ലാത്തതാണ് എന്ന കാര്യം കൂടി ഇവിടെ എടുത്തു പറയണം. ജനാധിപത്യത്തിന്റെ 4 തൂണുകളും ഭരണകൂടത്തിന്റെ പിണിയാളുകളും ഈ സമരത്തെ കാണാത്ത മട്ടിൽ നടന്നിട്ടും സോഷ്യൽ മീഡിയയിലൂടെയും തെരുവുകളിലൂടെയും വിപ്ലവം പടർന്നു പിടിക്കുകയായിരുന്നു. പോലീസിന്റെ കണ്ണു വെട്ടിച്ചും അടിച്ചമർത്തലുകളെ അതിജീവിച്ചും അവർ തങ്ങളുടെ ശബ്ദം രാജ്യത്തിന്റെ അതിരുകൾക്കപ്പുറം കേൾപ്പിച്ചു. പല രാജ്യങ്ങളിൽ നിന്നും പിന്തുണ ഒഴുകിയെത്തി. ഭരണകൂടത്തിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത ആ നിശ്ചയദാർഢ്യം തന്നെയാണ് പ്രധാൻ എന്ന കേന്ദ്രമന്ത്രിയെ രാജിക്കൊടുത്ത് ഒളിച്ചോടാൻ നിർബന്ധിതനാക്കിയത്. BJPയും കേന്ദ്ര സർക്കാരും നടത്തിയ മുഴുവൻ അടവുകളും തന്ത്രങ്ങളും ഈ ചെറുപ്പക്കാരുടെ ആവേശത്തിന് മുന്നിൽ തകർന്നടിഞ്ഞു പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിയില്ല, വഴങ്ങില്ല എന്ന് ഉറക്കെ പറഞ്ഞവർക്ക് ഇന്ന് തല കുനിക്കേണ്ടി വന്നുവെങ്കിൽ അത് ഈ രാജ്യത്തെ ചെറുപ്പക്കാരുടെ നിസ്വാർത്ഥമായ പോരാട്ടത്തിന്റെ കരുത്ത് ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ സമരം നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ജനങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഏത് വലിയ ഭരണകൂടവും ഒടുവിൽ ജനങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടതായി വരും. യുവത്വം ഒന്നിച്ചാൽ ഏത് കോട്ടയും തകർന്നടിയും, ഏത് അഹങ്കാരവും അടിയറവ് പറയും. വിജയത്തിൽ അഭിമാനിക്കുന്ന എല്ലാ പ്രക്ഷോഭകർക്കും, തെരുവിൽ ചോര ചിന്തിയ മുഴുവൻ ചെറുപ്പക്കാർക്കും അഭിവാദ്യങ്ങൾ. ഈ പോരാട്ടം ഭാവി തലമുറകൾക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. ജനകീയ പോരാട്ടങ്ങൾക്ക് മുന്നിൽ സർക്കാരുകൾ കീഴടങ്ങിയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇത് കേവലം ഒരു സമരത്തിന്റെ വിജയം മാത്രമല്ല, മറിച്ച് ജനാധിപത്യം എന്നത് വെറും ഒരു വാക്കല്ല എന്നും അത് ജനങ്ങളുടെ ശക്തിയാണെന്നും ഉറക്കെ പ്രഖ്യാപിച്ച ചരിത്ര നിമിഷമാണ്. ഫാസിസ്റ്റ് നിലപാടുകൾക്കും അടിച്ചമർത്തലുകൾക്കും മുന്നിൽ വിറങ്ങലിച്ചു നിന്ന ഒരു രാജ്യത്ത് സമാധാനപരവും ഉറച്ചതുമായ ജനകീയ പോരാട്ടങ്ങൾക്ക് എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ സമരം നമുക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുന്നു. ഈ ചരിത്ര വിജയത്തിന് പിന്നിൽ അഹോരാത്രം പണിപ്പെട്ട നിരവധി ശക്തികളുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് സോനം വാങ്ചുക്കിനെ പോലുള്ള പോരാളികളുടെ പേരുകൾ തന്നെയാണ്. ലഡാക്കിന്റെയും ഈ രാജ്യത്തിന്റെയും മണ്ണും പരിസ്ഥിതിയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ഉപവാസങ്ങളും സമാധാനപരമായ സമരങ്ങളും രാജ്യത്തെ ഓരോ പൗരനും നൽകിയ ആവേശം ചെറുതല്ല. അദ്ദേഹത്തിന്റെ മുഖം തന്നെയായിരുന്നു ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം. ഭരണകൂടത്തിന്റെ ക്രൂരമായ നിലപാടുകൾക്കെതിരെ സത്യാഗ്രഹത്തിന്റെ വഴിയിലൂടെ സമരം നയിക്കാൻ അദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ കാണിച്ച ധൈര്യമാണ് ഇന്ത്യയിലെ യുവാക്കൾക്ക് പ്രചോദനമായത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിനെ കുറിച്ചും ഇവിടെ പറയാതെ എങ്ങനെയാണ് ഈ സമരത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനാകുക? അതോടൊപ്പം തന്നെ ഫാസിസത്തെയല്ല, മറിച്ച് ഇന്ത്യയുടെ ഭരണഘടനയെയും ജനാധിപത്യത്തെയും നെഞ്ചിലേറ്റിയ മുഴുവൻ ജനങ്ങൾക്കും ബിഗ് സല്യൂട്ട്. ഭരണകൂടം നൽകിയ വ്യാജ പ്രചരണങ്ങളിലും ഭീഷണികളിലും വീണു പോകാതെ നീതിയുടെ വശത്ത് നിലയുറപ്പിച്ച ഓരോ പൗരനുമാണ് ഈ വിജയത്തിന്റെ യഥാർത്ഥ അവകാശികൾ. ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും ഐക്യം തകർക്കാൻ പലവിധ ശ്രമങ്ങൾ നടന്നിട്ടും ഞങ്ങൾ ഒന്നാണ് എന്ന ഒരൊറ്റ ചിന്തയിൽ ചെറുപ്പക്കാർ തെരുവിലിറങ്ങി. 24 മണിക്കൂറിനുള്ളിൽ പാർലമെന്റ് മാർച്ച് പുനരാരംഭിക്കുമെന്ന ഉറച്ച മുന്നറിയിപ്പിലൂടെ ഭരണകൂടത്തിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിക്കാൻ അവർക്ക് സാധിച്ചു. വിദ്യാഭ്യാസം എന്നത് ഭരണാധികാരികളുടെ ആനുകൂല്യമൊന്നുമല്ല, മറിച്ച് അത് മൗലിക അവകാശമാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഈ തലമുറ കാണിച്ച ആർജവമാണ് കേന്ദ്രമന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ച പ്രധാനപ്പെട്ട ഘടകം. ഭരണകൂടത്തിന്റെ അഹങ്കാരത്തെയും കടുംപിടുത്തങ്ങളെയും ജനകീയ മുന്നേറ്റം കൊണ്ട് തകർത്തെറിഞ്ഞ ഈ പോരാട്ടം ഭാവിയിലെ എല്ലാ പ്രക്ഷോഭങ്ങൾക്കും വഴികാട്ടിയാകും. ജനാധിപത്യം എന്നാൽ ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണെന്ന് വീണ്ടും തെളിയിച്ച എല്ലാ പ്രക്ഷോഭകർക്കും, സോനം വാങ്ചുക്കിനും ഈ പോരാട്ടത്തെ പിന്തുണച്ച മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവാദ്യങ്ങളും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് മുന്നിൽ ഏതൊരു അധികാര ശക്തിക്കും ഒടുവിൽ ജനവികാരത്തെ അംഗീകരിക്കേണ്ടി വരുമെന്നതിന്റെ തെളിവാണ് ഇത്തരം ജനകീയ മുന്നേറ്റങ്ങളൊക്കെ. വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞ അധികാരത്തിലേറിയവർക്ക് മുന്നിൽ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് യുവജനത കാണിച്ചത്. തങ്ങളുടെ അവകാശങ്ങൾക്കായി രാജ്യത്തെ യുവാക്കളും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചപ്പോൾ അത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാക്കിയ ചലനം വളരെ വലുതാണ്. വ്യാജ പ്രചാരണങ്ങളും ഭീഷണികളും വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് പോരാട്ട രംഗത്ത് ഉറച്ചു നിന്ന ആ നിശ്ചയദാർഢ്യമാണ് ഈ ഘട്ടത്തിൽ ഏറെ ശ്രദ്ധേയമായത്. ജനാധിപത്യത്തിൽ അത്യന്തികമായ അധികാരം ജനങ്ങളിൽ, പ്രത്യേകിച്ച് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന യുവജനതയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് ഈ പോരാട്ടം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അധികാരത്തിന്റെ ധാർഷ്ട്യത്തെക്കാൾ വലുതാണ് ഒരുമിച്ച് നിൽക്കുന്ന ജനങ്ങളുടെ ശബ്ദം എന്ന സത്യം അടിവരയിടുന്ന ഒന്ന് തന്നെയായിരുന്നു ഈ സമരം.
നീതിക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും വേണ്ടിയുള്ള സമാധാനപരമായ പോരാട്ടങ്ങൾ എപ്പോഴും ചരിത്രത്തിൽ പുതിയ വഴി വെട്ടുക തന്നെ ചെയ്യും. അത് തന്നെയാണ് ഇന്ത്യയിലെ ജന്തർ മന്തർ സമരത്തിലും നമ്മൾ കണ്ടത്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുമല്ലോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.